നമ്മൾ TMA ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ TMA ചാപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NIOS സിലബസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് TMA ചാപ്റ്റേഴ്സ്, രണ്ടെന്ന് പറയുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഈ TMA ചാപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അസൈൻമെന്റ് വഴി 20 മാർക്ക് കിട്ടുമെന്നും. ഈ അസൈൻമെന്റ് എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് TMA ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ട കാര്യമല്ല, എക്സാമിന് ഇതുവരെ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അസൈൻമെന്റ് എഴുതാനായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റേഴ്സ് റെഫർ ചെയ്ത് അസൈൻമെന്റ് എഴുതാം. അതാണ് TMA ചാപ്റ്റേഴ്സ്. ഓക്കെ, എന്താണ് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്? ഈ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈ ഒരു പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് വളരെ വലിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, നമ്മളെ കൊണ്ട് അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റത്തില്ല. വലിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എല്ലാ ടെക്സ്റ്റ് ബുക്കിനും ഓരോ ഗൈഡ് വെച്ച് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലാണ്ട് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ക്രിസ്പ്, അപ്പൊ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതാണ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പഠിച്ചു പോകുന്നതിനോടനുസരിച്ച് തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. എസ്സേ ക്വസ്റ്റ്യൻ വിടണമെന്നല്ല പറയുന്നത്, രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരെ കൊണ്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ് NIOS എക്സാം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സിലബസ് കുറച്ച് CBSE ബേസ്ഡ് ആണെങ്കിലും നമ്മൾ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിത് വേണമെന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NIOS എക്സാം എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ഇനി NIOSമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ TMA എന്താണ്, സിലബസ് എന്തോ ആണ്, എങ്ങനെ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇനി ഏതെങ്കിലും സബ്ജക്ട് NIOS എക്സാം എഴുതിയിട്ട് ഏതെങ്കിലും സബ്ജക്ട് ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ പേടിക്കേണ്ട, നമുക്ക് അടുത്തതിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം നമുക്ക് ഒന്നും കൂടി അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. വർഷത്തിൽ 2 തവണയാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ, പിന്നെ അടുത്ത് വരുന്നത് ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലായിരിക്കും.